ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു അബ്സല്യൂട്ട് സൊല്യൂഷൻ. ചില കാര്യങ്ങൾ എത്ര തെളിവോടുകൂടി നമ്മോട് വിശദീകരിച്ചാലും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അതങ്ങനെ സംഭവിക്കുമോ, ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ദുരൂഹതകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ലോകത്ത് അരങ്ങേറിയിട്ടുണ്ട്. അത്തരത്തിലെ ഒരു കാലത്ത് ഹോങ്കോങ്ങിനെ ആകെ ഞെട്ടിച്ച അതിദുരൂഹതയാർന്ന ഒരു കൊലപാതക കഥയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആയിരത്തി 1999 മെയ് മാസം 9 ഹോങ്കോങ്ങിലെ യൗ മാ ടൈ പോലീസ് സ്റ്റേഷൻ ഉച്ചതിരിഞ്ഞ് ഏകദേശം ഒരു 3 മണിയോടുകൂടി 14 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു പെൺകുട്ടി ഭയന്ന് വിറച്ച മുഖത്തോടുകൂടി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് വരുന്നു. വിറയാർന്ന ശബ്ദത്തോടുകൂടി അവൾ പറഞ്ഞു, "ഞാൻ കടുത്ത മാനസിക പിരിമുറുക്കത്തിലാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം." പോലീസുകാർ ചോദിച്ചു, "നിനക്ക് എന്ത് പറ്റി?" "സർ, കഴിഞ്ഞ കുറേ നാളുകളായി ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ച് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രേതം ഇടവിടാതെ എന്നെ പിന്തുടർന്ന് എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു. ഉറക്കമില്ല, എൻ്റെ മനസ്സാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു." പോലീസുകാർ അവളോട് പറഞ്ഞു, "മോളെ, നിനക്കെന്തെങ്കിലും മാനസിക വിഭ്രാന്തി ആയിരിക്കും, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക." "സർ, അതല്ല, ആ സ്ത്രീയുടെ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ട്." ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള അവളുടെ തുറന്നു പറച്ചിൽ കേട്ടപ്പോൾ പോലീസുകാർക്കും സംശയം തോന്നി, ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമെന്ന്. എന്തായാലും ഈ കാര്യം ഒന്ന് അന്വേഷിക്കാം എന്ന് തന്നെ വിചാരിച്ച് ആ പെൺകുട്ടിയെയും കൂട്ടി സംഭവം എവിടെയാണ് നടന്നതെന്നറിയാൻ അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അത് അധികം ആരും ആൾപ്പാർപ്പില്ലാത്ത ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ആ അപ്പാർട്ട്മെൻ്റ് ചുറ്റുപാടുമെല്ലാം അവർ നന്നായി വീക്ഷിച്ചു. അവിടെയെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് അവർക്ക് തോന്നിയില്ല. പിന്നീട് അവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഓരോ മുറികളിലുമായി പരിശോധനകൾ നടത്താൻ തുടങ്ങി. എങ്ങും ഈ പെൺകുട്ടി പറഞ്ഞതുപോലെയുള്ള ഒരു ക്രൂരമായ കൊലപാതകമോ അങ്ങനെയൊന്നും കണ്ടെത്തുവാനായിട്ട് സാധിച്ചതേയില്ല. അവസാനം പോലീസുകാരുടെ കണ്ണിൽ മത്സ്യകന്യകയുടെ രൂപത്തിലുള്ള ഒരു ഹലോ കിറ്റി ഡോൾ അവരുടെ കണ്ണിൽപ്പെടുന്നു. വെറുതെ അവർ ആ പാവയെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അവിടെ നിന്ന് പോലീസുകാരെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് ആ പാവയ്ക്കുള്ളിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ അറുത്തുമാറ്റപ്പെട്ട തലയാണ് അവർക്ക് കാണുവാനായിട്ട് സാധിച്ചത്. പെട്ടെന്ന് തന്നെ അവർ ഫോറൻസിക് വിദഗ്ധരെ വരുത്തി ഈ തല ആരുടേതാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ. തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ സ്ത്രീയുടെ മേൽവിലാസം, ഈ തലയുടെ ഉടമസ്ഥയുടെ മേൽവിലാസം അന്വേഷിച്ച് അവർ കണ്ടെത്തിയത് ഫാൻ മാൻ യി എന്നു പേരുള്ള ഒരു ലൈംഗിക തൊഴിലാളിയുടേതായിരുന്നു. ആരാണ് ഈ ഫാൻ മാൻ യി? അവളെ അതിക്രൂരമായി കൊലപ്പെടുത്തി അവളുടെ തല വെട്ടിയെടുത്ത് ഈ പാവയ്ക്കുള്ളിൽ ഒളിപ്പിച്ചത് ആര്, എന്തിനു വേണ്ടി? ആ കഥയുടെ യഥാർത്ഥ വശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും നീചമായ ക്രൂരകൃത്യങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഫാൻ മാൻ യിയുടെ കൊലപാതകത്തിൻ്റെ കഥ, അല്ലെങ്കിൽ ഹലോ കിറ്റി മർഡർ കേസ്. 1976 ചൈനയിലെ ഷെൻഷനായിലാണ് ഫാൻ മാൻ യിയുടെ ജനനം. ജനിച്ച് അധികകാലം കഴിയുന്നതിന് മുമ്പ് അവളുടെ മാതാപിതാക്കൾ അവളെ ഉപേക്ഷിച്ചു കളഞ്ഞു. പിന്നീട് ഫാൻ വളരുന്നത് അനാഥാലയത്തിലാണ്. അനാഥാലയത്തിൽ പ്രായപൂർത്തിയാകുന്നവരെ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി പരിപാലിച്ച് അവർ വളർത്തി പ്രായപൂർത്തി ആയി കഴിഞ്ഞപ്പോൾ തനിയെ ജീവിക്കുവാൻ വേണ്ടി അവർ അവിടെ നിന്നും അവളെ പുറത്താക്കി അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ ഒരവസരം നൽകുന്നു. അന്ന് ചൈന ഇന്നത്തെ പോലെ വികസിച്ച ഒരു പ്രമുഖ രാഷ്ട്രമൊന്നുമല്ല. എല്ലാ ദാരിദ്ര്യങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാകൃതമായ ഒരു രാജ്യമാണെന്ന് ഓർക്കണം. അന്ന് അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് സമൂഹത്തിലേക്ക് ജീവിക്കാനായി ഇറങ്ങുമ്പോൾ അവൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിത്യചെലവിനായി പല പല ജോലികളും ചെയ്തു നോക്കി അവസാനം അവൾ ഒരു ലഹരി മാഫിയയുടെ കയ്യിൽ അകപ്പെടുന്നു.
ലഹരി വിൽപ്പനയ്ക്കായി ആ പെൺകുട്ടിയെ ലഹരി മാഫിയ ഉപയോഗിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല വരുമാനവും കിട്ടി. അതോടൊപ്പം തന്നെ അവളുടെ സ്വഭാവത്തിൽ ഈ ലഹരി ഉപയോഗിക്കാനുള്ള പ്രവണത ഉണ്ടായി. അവൾ ലഹരിക്ക് അടിമയായി. അങ്ങനെ ലഹരിക്ക് അടിമയായപ്പോഴേക്കും തനിക്ക് ഉപയോഗത്തിനാവശ്യമായ ലഹരിക്കും നിത്യച്ചെലവിനുമുള്ള കാശ് തികയാതെ വന്നപ്പോൾ അവൾ ഈ ലഹരി വിൽപ്പനയ്ക്ക് പുറമെ ലൈംഗിക തൊഴിലും ഒരു ജീവിത മാർഗമാക്കി തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു നൈറ്റ് ക്ലബിൽ ജോലി നോക്കിയും ലഹരി വിൽപ്പനയുമായി അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പുരുഷനുമായി അവൾ വിവാഹം കഴിച്ചു. അതിലൊരു കുട്ടിയുമുണ്ടായി. അദ്ദേഹവും ലഹരിക്ക് അടിമയായിരുന്നു. ഇവർ തമ്മിൽ പരസ്പരം ഒരിക്കലും ചേർന്ന് പോകാത്ത ഒരു ജീവിതമായിരുന്നു ഉള്ളത്. അവരുടെ കുടുംബജീവിതം അത്ര സുരക്ഷിതമല്ലായിരുന്നു. അധികം താമസിയാതെ തന്നെ അവർ വേർപിരിഞ്ഞു. വീണ്ടും ഫാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കായി. ഫാൻ ജോലി നോക്കിയിരുന്ന നൈറ്റ് ക്ലബിലെ നിത്യ സന്ദർശകനായിരുന്നു ചാൻ മാൻ ലോക് എന്ന പ്രമുഖ മാഫിയ കിങ്. ഈ ചാനുമായി ഫാൻ നല്ല അടുപ്പത്തിലായി. അവർ തമ്മിൽ പ്രണയബദ്ധരാകുന്നു. പിന്നീട് ഒരുമിച്ച് ജീവിക്കുവാനും തീരുമാനിക്കുന്നു. നിത്യ ചെലവുകൾക്കായി അമിതമായ പണം അവൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് ലഹരി വിൽപ്പനയും വേശ്യാവൃത്തിയും പോരാഞ്ഞ് മോഷണവും അവളുടെ തൊഴിലായി മാറുകയായിരുന്നു. അങ്ങനെ മോഷ്ടിക്കപ്പെട്ട ഇരകളിൽ ചാനിനെയും അവൾ വെറുതെ വിട്ടില്ല. അയാളുടെ പേഴ്സിൽ നിന്നും പല പ്രാവശ്യം അവൾ പണം അപഹരിച്ചിരുന്നു. അങ്ങനെ ഒരു നാൾ $4000 മോഷ്ടിച്ചപ്പോൾ ചാനിന് ഇത് മനസ്സിലായി. തൻ്റെ പണം അപഹരിക്കപ്പെടുന്നു എന്നും ഇത് മോഷ്ടിക്കുന്നതെല്ലാം താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രണയിനി ഫാൻ തന്നെയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. കോപത്തോടെ അയാൾ അവളോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്നും ഈ മോഷ്ടിച്ച 4000 പലിശയും കുട്ടി $10000 എത്രയും വേഗം തരണം. അവൾ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ആ $4000 അയാൾക്ക് തിരികെ കൊടുത്തു. മോഷ്ടിക്കപ്പെട്ട പണം തിരികെ കിട്ടി എങ്കിലും അയാളുടെ മനസ്സിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഫാനിനുള്ള പ്രണയം മാഞ്ഞു പോയിട്ട് അവളോടുള്ള അടങ്ങാത്ത പക അയാളിൽ ഉടലെടുക്കുകയാണ്. അങ്ങനെ ഒരു നാൾ വലിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷം തൻ്റെ അനുചരന്മാരായ ല്യൂങ് ചിങ് ചോയെയും ല്യൂങ് വെ ലൂനെയും അയച്ച് ഫാനിനെ കിഡ്നാപ്പ് ചെയ്ത് ഒരു അപ്പാർട്ട്മെന്റിലാക്കി അവളെ ബന്ധനസ്ഥയാക്കുന്നു. അവിടെ ഫാനിനെ അവൾ തടവിൽ പാർപ്പിച്ച് വളരെ നിർബന്ധമായി വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുന്നു. ഒട്ടനവധി പുരുഷന്മാരുടെ മുമ്പിൽ വെറുമൊരു കാഴ്ച വസ്തുവിനെ പോലെ അയാൾ അവളെ പ്രദർശിപ്പിച്ചു. അവർക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു കളിപ്പാവയെ പോലെ ഉപയോഗിക്കുവാനായി അവരെ അനുവദിച്ചു. അതിലൊന്നും തൃപ്തിപ്പെടാതെ ഇയാളുടെ അടങ്ങാനാവാത്ത പക ഉള്ളിലുള്ളതുകൊണ്ട് ആ മയക്കുമരുന്ന് അഡിക്റ്റായ മനുഷ്യരുടെ ഉള്ളിലെ മൃഗത്വം നമ്മൾ പല അവസരങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ എത്രയൊക്കെ പീഡിപ്പിച്ചിട്ടും അയാൾക്ക് മതിയാകാതെ ഒരു മൃഗത്തിനെ പോലെ ഇത്രയും കൂടുതൽ അവളെ പീഡിപ്പിക്കണം എന്നയാൾ തീരുമാനിച്ചിട്ട് അവളെ അവിടെ നിന്ന് മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു. പല ആവർത്തി പല പുരുഷന്മാരും മാറി മാറി ഫാനിനെ ബലാത്സംഗം ചെയ്തു. അവിടെ വെച്ച് ചാനും കൂട്ടാളികളും അവളെ കെട്ടിയിട്ട് വളരെ ക്രൂരമായി മർദ്ദിച്ചു. അവളുടെ ശരീരത്തിലാകെ സിഗരറ്റും തീക്കൊള്ളികളും വെച്ച് പൊള്ളലുകൾ ഉണ്ടാക്കി അവർ രസിച്ചു. ഇതൊന്നും പോരാഞ്ഞ് അവളെ കൊണ്ട് നിർബന്ധിച്ച് മനുഷ്യ വിസർജ്യം കഴിപ്പിച്ചു. ഈ ലോകത്ത് ഒരു സ്ത്രീയും അനുഭവിച്ചിട്ടില്ലാത്ത കൊടും ക്രൂരതകൾക്ക് ഫാൻ മാൻ ഈ ഇരയായി എന്ന് വേണം പറയാൻ. ഈ കൊടും ക്രൂരനായ ചാനിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ള അഹോം എന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഈ കൊടും ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് പോലീസുകാരെ ധരിപ്പിക്കുന്നത്. ചാനുമായി പ്രണയത്തിലായിരുന്ന ഈ പെൺകുട്ടി അവിചാരിതമായി ഒരു ദിവസം ആ അപ്പാർട്ട്മെന്റിലേക്ക് ചാനിനെ കാണുവാനായി വന്നപ്പോൾ ഇലക്ട്രിക് വയറുകളാൽ വരിഞ്ഞു മുറുക്കി ഷോക്കടുപ്പിച്ച് അവളുടെ ശരീരമാകെ പൊള്ളിച്ച് തല്ലുകയും മർദ്ദിക്കുകയും പീഡനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ആ രംഗം കണ്ടുകൊണ്ടാണ് അവൾ വന്നത്. പക്ഷെ അവൾക്ക് തോന്നി ഇതെല്ലാം വെറും ഒരു തമാശയായിട്ടാണ് അവർ ചെയ്യുന്നത്. ആ നിഷ്കളങ്കായ പെൺകുട്ടി അവരോട് കൂടി ഒരു കളി പോലെ ഫാനിനെ അവരോടൊപ്പം ചേർന്ന് അവളും പീഡിപ്പിച്ചു. ഒരുപാട് നാളുകളോളം ആഴ്ചകളോളം ആ മുറിയിൽ പൂട്ടിയിട്ട് ഫാനിനെ അവർ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവളെ
തളർന്ന അവശയായ അവളെ ശുചിമുറിയിൽ പൂട്ടിയിട്ടിട്ട് ചാൻ പുറത്തേക്ക് പോയി. പിന്നീട് തിരിച്ചു വന്ന് ആ മുറി തുറന്നു നോക്കിയപ്പോൾ നിശ്ചലമായ അവളുടെ മൃതശരീരമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ലഹരിയിൽ മത്തുപിടിച്ച് ചാനിനും കൂട്ടർക്കും യാതൊരു ദാക്ഷിണ്യവും തോന്നിയില്ല. അവർക്കൊരു കുറ്റബോധവും തോന്നിയില്ല. അധികം ആലോചിക്കാതെ അവർ ഫാനിൻ്റെ ശരീരം പല ചെറിയ കഷണങ്ങളാക്കി വെട്ടിമുറിച്ച് പല പല പാത്രങ്ങളിലിട്ട് അത് വേവിച്ച് അതിനുശേഷം അത് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ആ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അതുകൊണ്ട് നിക്ഷേപിക്കുന്നു. അവളുടെ ആന്തരികാവയവങ്ങൾ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. അവസാനം അവളുടെ തല വെട്ടിയെടുത്ത് മത്സ്യകന്യകളുടെ രൂപത്തിലുള്ള ആ ഹലോ കിറ്റി പാവയിൽ ഇട്ടിട്ട് അവർ ആ പാവ തുന്നിച്ചേർത്ത് വെച്ചു. അങ്ങനെ ഒരു കൊലപാതകം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും പുറം ലോകം അറിയാൻ യാതൊരു സാധ്യതയുമില്ലാതെ സകല തെളിവുകളും അവർ മറച്ചു. എന്നാൽ ഏതൊരു കുറ്റകൃത്യവും തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോൾ ബാക്കി വെക്കും എന്ന് പറയുന്നത് പോലെ ചാനിൻ്റെ കാമുകയ അഹോങ്ങിന് നിരന്തരമായ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. ഈ സംഭവങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തുകൊണ്ട് ഓരോ ദിനം തള്ളി നീക്കുന്തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അലറുന്ന കൊലച്ചിരിയോടുകൂടി ആ പാവയ്ക്കുള്ളിൽ അവർ വെച്ച തല, അവളുടെ ആത്മാവ് തൻ്റെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ വരുന്നതായി അവൾ ദുസ്വപ്നങ്ങൾ കണ്ടു. ഇതിനെല്ലാത്തിനും കാരണം താൻ കൂടിയാണല്ലോ എന്ന കുറ്റബോധം അവളെ മതിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഭ്രാന്തമായ അവസ്ഥയിലാണ് അഹോങ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് വിശദീകരിച്ച് പറയുന്നതും പിന്നീട് പോലീസുകാർ വന്ന് ഈ തെളിവുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കണ്ടെടുത്ത് ചാനിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തു. അവിടെ അസ്വാഭാവികമായി തോന്നിയത് ആ മുറിയിലെ സർവ്വ ബെഡ്ഷീറ്റുകൾ, ടവൽസ്, പാത്രങ്ങൾ എന്നുവേണ്ട മിക്കവാറുള്ള വസ്തുക്കളെല്ലാം ഹലോ കിറ്റി പാവയുടെ മാതൃകയിലുള്ളതായിരുന്നു. ചാനിനെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി. എങ്കിലും ഫാനിൻ്റെ ശരീരത്തിൻ്റെ തലയല്ലാതെ മറ്റ് ശരീരഭാഗങ്ങളൊന്നും കണ്ടെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് മരണത്തിൻ്റെ യഥാർത്ഥ കാരണം പ്രോസിക്യൂഷന് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതേസമയം ഫാൻ മരിച്ചത് മയക്കുമരുന്നിൻ്റെ അമിതമായ ഡോസ് കഴിച്ചതിനാലാണെന്ന് പ്രതിഭാഗം ഈ ചാനും കൂട്ടരും ശക്തമായി വാദിച്ചു. പ്രത്യേകിച്ച് യാതൊരു തെളിവുകളും ഇല്ലാത്തതുകൊണ്ട് അവരുടെ വാദത്തെ അംഗീകരിക്കുകയും അങ്ങനെ കൊടും കുറ്റവാളികളായ ഈ ചാനിനെയും കൂട്ടരെയും കോടതി വെറുതെ വിട്ടു. അഹോങ്ങും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിരുന്നു എങ്കിലും അവളുടെ പ്രായത്തെ പരിഗണിച്ച് ആ പെൺകുട്ടിയെയും കോടതി വെറുതെ വിടുന്നു. അങ്ങനെ മരണശേഷവും നീതി ലഭിക്കാതെ അനാഥയായി ഈ ലോകത്തിലേക്ക് വന്ന് വിവിധ തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ ഒരു കളിപ്പാവയായി മാറി അവസാനം ആ സുന്ദര മുഖം അവസാനമായി ലോകം കണ്ടത് ആ ഹലോ കിറ്റി പാവയ്ക്കുള്ളിലായിരുന്നു.